ലഹരി വസ്തുക്കൾ കൈവശം വെച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഓം പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കൊപ്പം പിടിയിലായ ഷഹാസിൽ നിന്നും കൊക്കൈൻ പിടികൂടിയിരുന്നു. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് പെണ്ണ് കേസ്, അതായത് പീഡനങ്ങൾ, സിനിമാ ഫീൽഡിൽ നിരത്തി പീഡനം. ഈ വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത്. അതിന്റെ ഇടയിൽ ആദ്യം തന്നെ ആരോപണം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ലഹരിയുടെ കേസ്. എന്നാൽ ലഹരിയുടെ കേസ് അധികം ഒന്നും നിന്നില്ല, മുങ്ങിപ്പോയി. അതാണ് സത്യം പറഞ്ഞത് നടന്നത്. മുങ്ങിയെന്നും പറയാം, മുക്കിയെന്നും പറയാം. ആ ഒരു രീതിയിലാണ് ആ ഒരു കേസ് നടന്നുപോയത്. എന്നാൽ ഇന്ന് കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അവിടെ കുറച്ച് സീനിയറും കുറച്ച് കാര്യങ്ങളും കുറച്ചധികം തെളിവുകളും ഒക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രേക മാർട്ടിനും പിന്നെ അവരുടെ ശ്രീനാഥ് വാസൻ, ഇവരെ രണ്ടുപേർക്കെതിരെ ഈ ലഹരിയുടെ പേരിൽ കാര്യങ്ങളൊക്കെ ചെറുക്കിട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് ആളുകളുടെ തന്നെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ബന്ധം ഉള്ളവരാണോ സിനിമയുമായി ബന്ധപ്പെട്ടോ? ഹോട്ടലിൽ വന്നുപോയ മറ്റ് 20ഓളം പേരിൽ ചിലരുടെ പേര് വിവരങ്ങൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. അതിൽ ചിലർക്ക് സിനിമാ ബന്ധങ്ങളുണ്ട് എന്ന സൂചനകളുണ്ട്. ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്: ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യ, സ്നേഹ, ടിപ്സൺ, അതോടൊപ്പം തന്നെ നവാസ്, രൂപ, പപ്പി. ഇത് കുറച്ചുപേരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മൊത്തം 20ഓളം പേർ അവിടെ പല സമയങ്ങളിലായി വന്നു പോയിട്ടുണ്ട് എന്നത് പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വന്നുപോയ 20 പേരുടെയും കൃത്യമായ അവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഈ പറയുന്ന ആളുകളിലേക്ക് എത്തണം. ഇവർ എത്ര പേര് അവിടെ വന്നു? കാരണം ഈ പ്രധാനപ്പെട്ട കണ്ണി ഓം പ്രകാശാണ്. ഓം പ്രകാശ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മറ്റ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹത്തിന്റെ യാത്രകൾ അങ്ങനെ കൃത്യമായി മുന്നൊരുക്കത്തോടു കൂടിയാണ് പോലീസ് വലയിലാക്കുന്നത് ഓം പ്രകാശിനെ. എങ്കിൽ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ പ്രസക്തമാണ്. അതിന് പറ്റിയ രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് മാറുമോ എന്നുള്ളതാണ്. കാരണം കസ്റ്റഡിയിൽ പോലീസ് നൽകുമോ കോടതി എന്നതൊക്കെ ആശങ്ക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ? അതല്ലാതെ സാധ്യമാകും എന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ അന്വേഷണ സംഘത്തിന്? സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് ജാമ്യം ലഭിക്കാവുന്ന ക്വാണ്ടിറ്റി ലഹരി വസ്തു മാത്രമാണ് ഓം പ്രകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അതായത് ജാമ്യം ലഭിക്കാനുള്ള കുറച്ച് ഗ്രാമം കുറഞ്ഞതുകൊണ്ട് എന്തായാലും ജാമ്യം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഏതോ ഓം പ്രകാശ് ആരെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പേര് കേൾക്കുന്നത്. പക്ഷെ കുപ്രസിദ്ധ ഗുണ്ട എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൊള്ളാം അല്ലേ? ഇതിൽ പെട്ടുപോയത് നമ്മുടെ പ്രേക മാർട്ടിൻ ഇടക്കാലം പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന. പണ്ട് മറ്റേ നാടൻ തനിമ ലുക്കിലാണ് നടന്നത്. ഇപ്പം മറ്റേ ഫ്രീക്കായി മറ്റേ എന്തൊക്കെയോ കുറെ വേഷം കെട്ടിക്കൊണ്ട് നടക്കണുണ്ട്. അതിന്റെ പിന്നിൽ ഇതായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കൊള്ളാം. ഇത് കുറച്ച് വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പെണ്ണ് കേസ് ഒരുപാട് എല്ലാവരും ചർച്ച ചെയ്ത് എല്ലാവരും എടുത്തിട്ട് വലിച്ചു അലക്കി ഉടുത്ത് വിട്ട് അതിന്റെ പുറകെയാണ് എല്ലാവരും പോയത്. മുങ്ങിപ്പോയ കേസാണ് ലഹരിയുടെ കേസ്. പെണ്ണ് കേസിനെക്കാളും നോക്കേണ്ട കേസാണ് സത്യം പറഞ്ഞാൽ ലഹരിയുടെ കേസ്. നല്ല അടപടലം തേഞ്ഞൊട്ടിയിട്ടുണ്ട്. പിന്നെ പണ്ട് മുതലേ ലഹരിയുടെ കേസിൽ ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മുങ്ങിപ്പോയി. ഓരോന്നായിട്ട് മുങ്ങിപ്പോകും. പിന്നെ ഇവരൊക്കെ ജാമ്യം എടുത്ത് അതങ്ങ് തേച്ച് മാച്ചു പോകും. കയ്യില് ദുഡുണ്ടെങ്കിൽ 2 ദിവസം നിൽക്കും, 3-ാം ദിവസം ഇത് മുങ്ങും. നമ്മളിവിടെ വായിട്ട് ഇലക്കും ലഹരി നടക്കാൻ പോണില്ല. അത് തന്നെയാണ് സത്യാവസ്ഥ. എന്തായാലും ഭാഗ്യമായിട്ട് നോക്കാം. പക്ഷേ ഈ സിനിമാ മേഖല മാത്രമല്ല ബിരിൽ, കാരണം നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും പേജുകളുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചയാകുന്ന ഈ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ലഹരി എന്നൊരു പാർട്ട് ഒരു പക്ഷേ ഈ എല്ലാവരും ഈ സിനിമാ സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അതിലേക്ക് ആഴത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പോൾ അതിലുകൂടി ചർച്ചയ്ക്ക് വഴിവെക്കുന്ന, കാരണം ഒരു കോൺക്ലേവ് അടക്കം സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നു. അവിടേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് വരേണ്ടതല്ലേ? കാരണം സിനിമാ സെറ്റുകളിലേക്ക് ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങൾക്ക് പോകാനൊക്കെയുള്ള പരിമിതി അറിയിച്ചതും തടയിട്ടതും ഒക്കെ തന്നെ ഈ സിനിമാ സംഘടനകൾ കൂടിയാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയെ പിടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് 2 യുവതാരങ്ങൾ കൂടി ലഹരി മാഫിയയുടെ കണ്ണികളിലേക്ക് വരികയാണ്. യുവതാരങ്ങൾ, അതാണ് ഈ 2 താരങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം സീരിയസിൽ പറയാം. പണ്ട് മുതലേ, എന്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്നതാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ ലഹരി പെണ്ണും എന്നുള്ളൊരു സാധനം. അത് പണ്ട് മുതലേ സിനിമാ ഫീൽഡിന് കിട്ടിയിട്ടുള്ളൊരു പട്ടമാണ്. അത് ഒരുപാട് പേര് പറയും. പിന്നെ ഇതിപ്പോ എന്താ വഷളായി ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ ഒരു സംഘടന ഉൾപ്പെടെ AMMA സംഘടന ഉൾപ്പെടെ നിലം പൊത്തിയ ഒരു ചരിത്രമാണ് കാണുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പവർ അത് പറയാതിരിക്കാൻ പറ്റൂല. ഒരു രക്ഷയില്ലാത്ത പവർ തന്നെയാണ്. നോക്കിയാലും മാറാൻ തന്നെയാണ് കേട്ടോ. തൂത്തുവാരി പ്രമുഖ നടന്മാർ ഉൾപ്പെടെ ഇപ്പം സംഘടന തൂത്ത് എല്ലാരും മറ്റേ പൊടിയും തട്ടിപ്പോയി. പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും എല്ലാം പോയി. അത് മൊത്തം തേഞ്ഞൊട്ടി. പക്ഷെ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ലഹരിയുടെ കേസ്. അത് മുങ്ങിപ്പോയി. ഈ സിനിമാ ഫീൽഡിൽ അവർക്ക് ചിലപ്പോൾ ഗുണ്ടകളും തെറ്റപ്പോഴൊക്കെ കാണും. അതായിരിക്കും ഏത് ഗുണ്ട? ഓം പ്രകാശ്. കലക്കം പേര് ഓം പ്രകാശ്. എന്തായാലും ബാക്കി കേട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സിനിമാ ഫീൽഡിൽ അവര് സംസാരിക്കുന്നുണ്ട്. അവർ കുറച്ച്
വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ബാക്കിയായിട്ട് നോക്കാം. ഗൗരവമായി കാണേണ്ട ഗുരുതരമായ പ്രശ്നമാണ് ഇത്. ഞാൻ അന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാനത് സംസാരിച്ചപ്പോൾ എനിക്ക് ഭീഷണി പോലും വന്നതാണ്. എന്തിനാണ് അങ്ങനെയുള്ള കാര്യം പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, വെച്ചേക്കില്ല എന്ന രീതിയിലാണ് എനിക്ക് ഭീഷണി വന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ മാഫിയ ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. മുംബൈ ഫിലിം ഇൻഡസ്ട്രി ഇവരുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഇൻഡസ്ട്രിയെ, ഒരു കലയെ, വ്യക്തികളെ, വരുന്ന ഒരു തലമുറയെ, സമൂഹത്തെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇനിയും പലരുടെ പേരുകളും പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം, ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണം മുമ്പോട്ട് പോകണം. വെറുതെ ഈ പറയുന്ന മാതിരി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹേമ കമ്മിറ്റിയുടെ പേരിൽ അവിടുന്നും ഇവിടുന്നും പലരും വന്ന് പല കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും ഇത് സർക്കാർ വളരെ ഗൗരവമായി തന്നെ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇനിയും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള പേരുകളെല്ലാം തന്നെ പുറത്തു വരികയും ശക്തമായ നടപടി, ശിക്ഷയിലേക്ക് തന്നെ പോവുകയും വേണം. കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിന്റെ ഇടയിൽ കുറെ എണ്ണം കയറി 4 കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിവിൻ പോളിക്കെതിരെ വന്നിട്ടുള്ള ആരോപണം അടിച്ചുതാഴ്ത്താൻ വേണ്ടി അതുപോലത്തെ കയറി ചില 4 കളികൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ഈ ലഹരിയുടെ കേസ് അത്യാവശ്യം ഇതുവരെ വന്നില്ല. സഭാഷ്, അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന പ്രയാഗ മാത്യു. അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് കലക്കനായിരുന്നു. സസ്പെൻസ് ത്രില്ലർ പോലെ തന്നെ. ഇത് മറ്റേ വേറൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ മോഹൻലാലിന്റെ ലാസ്റ്റ് 12th Man. അതിൽ നമ്മൾ വിചാരിക്കാത്ത ഒരാള് പ്രതിയാവത്തില്ല. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടീം പ്രതിയായതുപോലെയാണ് ലഹരിയുടെ കേസിൽ പ്രയാഗ മാറ്റിന് വന്നത്. ഇവര് ഭാഗ്യലക്ഷ്മി പറയണ കറക്റ്റ് തന്നെയാണ്. ഇത് ഇപ്പോഴല്ല, നാളത്തെ ഈ തലമുറ ഇവരെ കണ്ട് എത്ര പേര് അനുകരിക്കണായിരിക്കും. ശ്രീനാഥ് ബാസിയൊക്കെ എന്തോ ഫാൻസ് കാണും. അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിനെ അനുകരിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പൊ അവരിത് ലഹരി എന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ എടുക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഇതിനൊക്കെ ഒരു തടയിടണം. ഇട്ടില്ലെങ്കിൽ നാളെ ഇത് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെയാണ് മോശം. അതിൽ വേറെ തർക്കമൊന്നുമില്ല. യവന്മാരിവിടെ കാണിച്ചു കൂട്ടും, അടുത്ത് വരുന്ന തലമുറകളും സിനിമാ ഫീൽഡിൽ കയറും, ഇതേ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടേയിരിക്കും. സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ, മലയാള സിനിമാ ഫീൽഡ് എന്ന് എടുത്തു പറയുമ്പോൾ നശിച്ച ഫീൽഡ് എന്ന് പിന്നെ അറിയപ്പെടും. ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാറിയിരിക്കുന്ന ഒരു ഫീൽഡാണ് മലയാള സിനിമാ ഫീൽഡ്. അതിന്റെ കൂട്ടത്തിൽ ഇനി ഇതും കൂടി ഒരു സിനിമാ ഫീൽഡും സൊസൈറ്റിയും തീരും. ഇവന്മാർ ഇതിലും കടത്തും. അതുവഴി പല സ്കൂള് കോളേജുകളിലെല്ലാം കാര്യങ്ങളൊക്കെ പോകും. ഇഷ്ടം പോലെയാണ്, ഇതിൽ തന്നെ ഇഷ്ടം പോലെയാണ് സ്കൂളും കോളേജൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഇത് സിനിമാ ഫീൽഡിന് മാത്രം ബാധിക്കുന്ന കേസല്ല, നമ്മുടെ പൊതു സമൂഹത്തിന് ബാധിക്കുന്ന ഒരു കേസാണ് ഈ ഒരു സംഭവം, ലഹരി എന്ന് പറയുന്നത്. ഇവന്മാരെ പെണ്ണ് കേസ് തന്നെ ഇതുവരെ തീർന്നിട്ടില്ല. നമ്മളെ മിനി ചേച്ചിക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഈ സാധനമൊക്കെ അടിച്ച് കയറ്റിയിട്ട് എങ്ങനെയാണ് ഇവരൊക്കെ വീട്ടിൽ ഇരിക്കുന്നത്? സ്വന്തം തിരിച്ചറിയാൻ പോലും പറ്റൂല. നമ്മ അമ്മയാണ് പെങ്ങളാണ് തിരിച്ചറിയാൻ പോലും പറ്റൂല ഈ സാധനമൊക്കെ അടിച്ച് കയറ്റി നിൽക്കുമ്പോൾ. സത്യം മറ്റേ പെണ്ണുകേസിനെക്കാളും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തിട്ട് അന്വേഷിച്ചിട്ട് തക്കതായ നടപടി എടുക്കേണ്ട കേസാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്ന ബാക്കിയൊന്ന് കേട്ടുപോകാം. കാര്യം ഞാനിപ്പോ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പാരഗ്രാഫിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സിനിമാ ഇൻഡസ്ട്രിയിൽ വ്യാപകമായി ഇതിന്റെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത്രയും ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോ ഒരിടത്ത് പോലും അതിനെക്കുറിച്ച് ഒരു ചാനലും സംസാരിച്ചില്ല. എല്ലാ ചാനലുകളും പീഡനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് അവിടെ ചെന്ന് നിർമ്മാതാക്കളും സംവിധായകരും മറ്റു പലരും, പല ടെക്നീഷ്യൻസും അവിടെ പോയി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒരു പരാമർശം പോലും മാധ്യമങ്ങൾ നടത്തിയിട്ടില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് ഏതോ ഒരു ആർട്ടിസ്റ്റോ പാട്ടുകാരി ഏതോ ഒരു പെൺകുട്ടി ഒരു വിവരം പുറത്ത് വന്നപ്പോൾ അത് വന്നു ഉടനെ അതങ്ങ് മുക്കി. ആരാണ് ഇത് ഇല്ലാതെയാക്കിയത്? ആ വാർത്ത വന്ന് ഉടനെ അങ്ങ് ഇല്ലാതെയാക്കുമ്പോൾ ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് അത് മറച്ചു പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നില്ല ഭാഗ്യലക്ഷ്മി? ഒരു വിധത്തിലും ലഹരി ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും മറച്ചു പിടിക്കുന്നില്ല. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ലഹരി ഉപയോഗം ഉൾപ്പെടെ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗിക അതിക്രമമായി മാറുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആവർത്തിച്ചു പറയുന്ന കാര്യം അതാണ്. ഒരു ദിവസത്തെ ചർച്ചയിൽ പോലും അത് വന്നിട്ടില്ല. വന്നത് മുഴുവനും പീഡനങ്ങളെ കുറിച്ചായിരുന്നു. അന്ന് ഈ വാർത്ത വന്ന് സ്ക്രോളിംഗ് കാണിച്ചു, പിന്നെ അത് മാഞ്ഞുപോയി. പിന്നെ വെബ്സൈറ്റിൽ പോലും ആ വാർത്ത നമ്മൾ തിരയുമ്പോൾ കാണുന്നില്ല. അപ്പൊ ആ മറച്ചു പിടിച്ചില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോ ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയുണ്ട്, കുറെ കോടികൾ കിടന്ന് കളിക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു വലിയ സമൂഹത്തെ, തലമുറയെ, ഇന്ന് സ്കൂൾ കുട്ടികളും കോളേജ് സ്റ്റുഡൻസും മറ്റു സാധാരണക്കാരും എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ഒരുപാട്
സഹായം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മീഡിയ എന്ന് പറയുമ്പോൾ, നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. ആ മേഖലയിൽ ഇത് ഇത്രയധികം ആളുകളിലേക്ക് ഉപയോഗത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇൻഡസ്ട്രിയെ മാത്രമല്ല നമ്മുടെ നാടുകൾ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മുതലേ ഈ വിഷയം തുടർന്ന് ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ രണ്ട് വിഷയം എടുത്തു വച്ചത് തന്നെ, ലഹരിയുടെ കേസും പെണ്ണ് കേസും. പക്ഷെ പെണ്ണ് കേസിന് കൂടുതൽ ഹൈപ്പ് കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലെ മീഡിയ ആയാലും നമ്മളെല്ലാവരായാലും അങ്ങ് പോയി. പക്ഷേ അതിന്റെ ഇടയിൽ ഇതങ്ങ് മുങ്ങിപ്പോയി. അതാണ് സംഭവം. പിന്നെ ശ്രദ്ധിച്ചില്ല ആ കാര്യം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നേ ആരും ശ്രദ്ധിച്ചില്ല. അതിനുശേഷം കേട്ടതുമില്ല, ന്യൂസിലൊന്നും ഞാൻ കേട്ടില്ല ഇതുവരെ. ഫസ്റ്റ് ആദ്യത്തെ 2-3 ദിവസം മാത്രം സംസാരിച്ച്, പിന്നെ ഇതിനെ ഓരോ ആളുകൾ പുതുതായിട്ട് പെണ്ണ് കേസിൽ വന്ന് തുടങ്ങി ഇതങ്ങാണ് പതുക്കെ. ജെന്യൂനായിട്ടുള്ള പെണ്ണ് കേസ് അല്ലാത്ത കേസുകളും കൂടിയൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് മൊത്തത്തിൽ മടിപ്പായി. അങ്ങനെ ഇരിക്കുകയാണ് പെണ്ണ് കേസ് ഒരു ഫ്ലോപ്പിൽ ഒരു വഴി കൂടി അങ്ങ് തീർന്നപ്പോൾ ലഹരിയുടെ കേസ് ഇപ്പൊ വന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കുത്തിപ്പൊക്കിയത് ആരായാലും ഇത് മുഖ്യ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. തൂത്തുവാരും അടുത്തിന് വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അതും കൂടി ഇടിഞ്ഞു വീഴേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും മിക്കവാറും. അപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും ഞാൻ പക്കയാണ്. എനിക്ക് 100-110% ഞാൻ യോജിക്കുന്നു. കാരണം ഒരു പെണ്ണ് കേസ് മാത്രം ചർച്ച ചെയ്ത് വിട്ട് ബാക്കി ഇതിന്റെ ഇടയിൽ ഇമാതിരി നാറിയ പരിപാടി നടക്കുന്നത്, ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതും സംസാരിക്കേണ്ടതുമായ വിഷയം മുങ്ങിപ്പോയതിൽ ഞാനും സങ്കടം തന്നെയാണ്, ഖേദിക്കുന്നു എന്ന് തന്നെ പറയാനുള്ളൂ എനിക്ക്. എന്തായാലും ഈ വിഷയം ഇനിയെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് സിനിമാ ഫീൽഡ്, അതിപ്പോ മലയാള സിനിമയിൽ മാത്രമല്ല ഏത് സിനിമാ ഫീൽഡായാലും ഇതൊക്കെ ഉണ്ട്, ഫീൽഡായാലും ഉണ്ട്. അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് മാറ്റണം. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കുറിച്ചൊന്ന് ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചോളെ നല്ലടേ, നമ്മളെക്കാളും കേട് കിട്ടുകൊണ്ടിരിക്കുകയാണ് വരും തലമുറ. അതുകൊണ്ട് അവർക്കിപ്പോ എന്തോന്നാണ് കിട്ടാത്തത്, എല്ലാം കിട്ടും. നമുക്ക് അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തിന്. അതെ, അതുകൊണ്ട് തക്കതായ നിയന്ത്രണങ്ങളും കാര്യങ്ങളും എടുക്കണം. ഇതിപ്പോ ശ്രീനാഥ് വാസിയും പ്രേഗ മാറ്റിന് ഒരു തുടക്കം മാത്രമാകട്ടെ. പണ്ട് ഷൈൻ ടോം ചാക്കോയുടെ കേസും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ മുങ്ങിപ്പോയി. ഇതെല്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പ്രേഗ മാറ്റിനിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഇനി ആരൊക്കെ താഴോട്ട് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുമായിരിക്കും ഇനി പൊട്ടി മുളയ്ക്കുന്നത്. പ്രേഗ മാറ്റിന് ഇടയ്ക്ക് ഫ്രീക്കത്തി ആയപ്പോഴേ എന്തൊക്കെയോ ചീഞ്ഞ് നാറിയില്ല. എന്തായാലും ഇപ്പം നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.